ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഗമനകാലത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് തിരുസഭാ മാതാവ് വചനധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യവും 24 മുതൽ 27 വരെയുള്ള വചനഭാഗങ്ങളാണ്. യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ ആരാണ് എന്ന് ഇന്നത്തെ സുവിശേഷം പഠിപ്പിക്കുകയാണ്. ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നവരാരോ അവനാണ് ക്രിസ്തു ശിഷ്യൻ എന്ന് നാം പൊതുവെ പറയാറുണ്ട്. ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന ക്രിസ്തു ശിഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്ന് ഇന്നത്തെ സുവിശേഷത്തിലെ ആദ്യ വാക്യം വ്യക്തമായി കുറിക്കുന്നുണ്ട്. കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവനല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഈ ആഗമനകാലത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ക്രിസ്തു ശിഷ്യനെ സ്വർഗമാണ് നിന്റെ ജീവിത ലക്ഷ്യമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. യഥാർത്ഥ ക്രിസ്തു ശിഷ്യന് മാത്രമേ സ്വർഗം സ്വന്തമാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ കർത്താവേ കർത്താവേ എന്ന അധരങ്ങൾ കൊണ്ട് വിളിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരായി തീരണം എന്നാണ് അവിടുന്ന് ശിഷ്യരെ പഠിപ്പിച്ചത്. ശിഷ്യരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച യേശു പ്രാർത്ഥന ജീവിത ബന്ധിയായിരിക്കണമെന്ന് അവരെ ഓർമ്മിപ്പിച്ചു. അതോടൊപ്പം തന്നെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തത്തെ അവിടുന്ന് നിർബന്ധമായിട്ട് ഉയർത്തി കാണിക്കുകയാണ്. അത് ആവശ്യമാണ് എന്ന് യേശുനാഥൻ ശാഠ്യം പിടിച്ച് അവരെ പഠിപ്പിച്ചു. യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ ദൈവഹിതം നിറവേറ്റുന്നവനാണ് എന്ന് ഇന്നത്തെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ അതിമനോഹരമായിട്ട് യേശുനാഥൻ കുറിക്കുന്നുണ്ട്. തുടർന്നുള്ള സുവിശേഷ ഭാഗത്ത് യഥാർത്ഥ ക്രിസ്തു ശിഷ്യനുണ്ടായിരിക്കേണ്ട 2 അടിസ്ഥാന തത്വങ്ങൾ യേശുനാഥൻ അവതരിപ്പിക്കുകയാണ്. ഒന്നാമതായി, ക്രിസ്തു ശിഷ്യൻ വചനം ശ്രവിക്കുന്നവനാകണം. 2, ശ്രവിച്ച വചനം അനുസരിക്കുന്നവനാകണം. എന്നാൽ മാത്രമേ അവൻ വിവേകമതിയായ മനുഷ്യനാവുകയുള്ളൂ. ഇവിടെ ഒരു ചോദ്യം നിഴലിക്കുകയാണ്: ആരാണ് വിവേകമതിയായ മനുഷ്യൻ? അവൻ പാറപ്പുറത്ത് ഭവനം പണിത മനുഷ്യനാണ്. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു. എന്നാൽ അത് നശിച്ചു പോയില്ല, കാരണം അവനത് പാറപ്പുറത്ത് നിർമ്മിച്ചതുകൊണ്ടാണ്. വിവേകമതിയായ മനുഷ്യൻ പാറപ്പുറത്ത് ഭവനം പണിയുന്നവനാണ്. അവൻ ദൈവവചനം ശ്രവിക്കുന്നവനാണ്. അവൻ ദൈവവചനം അനുസരിക്കുന്നവനാണ്. അങ്ങനെ അവൻ ദൈവഹിതം നിറവേറ്റുന്നവനാണ്. അങ്ങനെയുള്ള വിവേകമതിയായ മനുഷ്യർ പാറപ്പുറത്താണ് ഭവനം പണിയുന്നത്. എന്നാൽ വിവേകമതിയല്ലാത്ത മനുഷ്യരുണ്ട്. അവർ മണൽപ്പുറത്താണ് ഭവനം പണിയുക. അവൻ ഭോഷനാണ്. അവൻ വചനം കേൾക്കുന്നില്ല. അവൻ അതനുസരിക്കുന്നില്ല. ദൈവഹിതം ആരായുന്നില്ല. അവൻ മണൽപ്പുറത്ത് ഭവനം പണിയുന്ന ഭോഷനാണ്. സ്നേഹിതരെ, യഥാർത്ഥ ക്രിസ്ത്യാനി അല്ലെങ്കിൽ യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ ആരായിരിക്കണം എന്ന ഒരു ബോധ്യം ഈ ആഗമനകാലത്തിൽ സഭ നൽകുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ. ഒരു ക്രിസ്ത്യാനിയുടെ അല്ലെങ്കിൽ ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിത ലക്ഷ്യമെന്നത് സ്വർഗമാണ്. ദൈവഹിതം ഭൂമിയിൽ നിറവേറ്റുന്നതിലൂടെ അവൻ സ്വർഗം സ്വന്തമാക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിനെ പോലെ മരണത്തോളം ദൈവഹിതത്തിനായി അനുസരണയുള്ളവനായി എന്നാണ് വചനം സാക്ഷിക്കുന്നത്. ദൈവഹിതം നിറവേറ്റാൻ 2 അടിസ്ഥാന തത്വങ്ങൾ ആവശ്യമാണ്. ദൈവഹിതം മനസ്സിലാക്കാൻ 2 അടിസ്ഥാന തത്വങ്ങൾ ആവശ്യമാണ്. 1, ദൈവവചനം ശ്രവിക്കണം. 2, ആ വചനം അനുസരിക്കണം. എന്നാൽ മാത്രമേ ദൈവഹിതം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ആഗമനകാലത്തിൽ ദൈവഹിതം നിറവേറ്റുന്ന, ദൈവവചനം ശ്രവിക്കുന്ന, അവ അനുസരിക്കുന്ന ക്രിസ്തു ശിഷ്യരാകാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി ആത്മാർത്ഥമായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.